ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഘീ റോസ്റ്റാണ്. പ്രോൺസ് ഘീ റോസ്റ്റിന് വേണ്ടിയിട്ട് ഇത് കാശ്മീരി ചില്ലി, ഓർഡിനറി ചില്ലി പൗഡർ, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് പെപ്പർകോൺ പൗഡർ, ക്രഷ്ഡ് പെപ്പർകോൺ എന്ന് പറയാം, ഇത് ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് നമ്മുടെ കായത്തിൻ്റെ പൊടി. ഇത്രയും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് കുക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ഘീയിലാണ്. അപ്പോൾ അത് ഘീ റോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഘീയിലാണ് കംപ്ലീറ്റ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ. നമ്മൾ പാൻ വെച്ചു, പാൻ ചൂടായിട്ട് ഘീ ഒഴിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ യൂസ് ആക്കുന്നത് എപ്പോഴും നമ്മുടെ ദേശി ഘീ ആണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി മെൽട്ടായിട്ട് വരട്ടെ. ഞാൻ ആ മസാലാസ് എല്ലാം നന്നായിട്ട് കുറച്ച് ഹോട്ട് വാട്ടർ കൂട്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നേരെ നമ്മൾ ചൂടായ ഘീയിലേക്കിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയാണ് പ്രോൺസ് അതിലേക്ക് ഇടുക. അപ്പോൾ ബാക്കിയിരിക്കുന്ന ഇതിനകത്ത് കുറച്ച് അരപ്പൊക്കെ ബാക്കിയിരിക്കുമല്ലോ, അത് നമ്മുടെ ഈ പ്രോൺസ് അതിനകത്തിട്ട് ഒന്ന് മാരിനേറ്റ്, കുറച്ച് പൊടിയല്ലേ ഉണ്ടാവുള്ളൂ, അതൊക്കെ മാരിനേറ്റ് ചെയ്ത് അവിടെ വെക്കുക. ഇത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കേട്ടോ, അപ്പോൾ ഞാൻ ആ കുഴച്ച് വെച്ചിരുന്ന മസാലാസ് എല്ലാം ഘീയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. വളരെ സിമ്മിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു ടങ് ട്വിസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അത് സ്ലോ ആയിട്ട് ഫ്ലെയിം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അതവിടെ റെസ്റ്റ് ചെയ്തിട്ട് എണ്ണയിലൊന്ന് കിടന്ന് ചൂടാവട്ടെ. അപ്പോഴേ ബാക്കി ഞാൻ ഉള്ള ഒരു അരപ്പിനകത്തേക്ക് നമ്മുടെ പ്രോൺസ് എല്ലാം ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുത്തു. അപ്പോൾ അത് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് പ്രോൺസ്. ഇവിടെ കിട്ടുന്നതാണ്, ഫ്രോസൺ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഇവിടെ ബാക്കിലുള്ള ഈ ബാക്കിലുള്ള ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് ത്രെഡ് പോലെ ഒരു ഇതുണ്ട്. അതെടുത്ത് എല്ലാം ക്ലീൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ബാക്കിലത്തെ ആ ത്രെഡ് എടുത്ത് കളയണം. അതറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. സോ ഇതിങ്ങനെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ സോൾട്ട് ഇട്ടിട്ടില്ല. സോൾട്ട് നമ്മുടെ ഈ അരപ്പിനകത്തേക്ക്, നമ്മളിപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന അരപ്പിനകത്തേക്ക് ഇടുവാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റോക്ക് സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഹെൽത്തി. അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചമണമൊക്കെ പോയി ഘീയുടെയും ചില്ലി പൗഡറിൻ്റെയും നല്ല ഒരു മണം വരും. അത് മണം വരുമ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ പ്രോൺസ് ഇടാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്തവരുടെ മനസ്സിലാക്കാൻ പറയുകയാണ്. ഒരിക്കലും ഈ പ്രോൺസും നമ്മുടെ ഈ സ്ക്വിഡും ഒരിക്കലും ഒത്തിരി നേരം വേവിക്കരുത്. അത് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുമാതിരി റബ്ബറി ആയിപ്പോവും, അത് ഇങ്ങനെ വലിയ റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ഒത്തിരി നേരം ഇത് ചെയ്യാൻ പാടില്ല.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം അരപ്പ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പ്രോൺസ് ചേർക്കുന്നത്. സോ നമുക്ക് പ്രോൺസ് ചേർക്കാനുള്ള ടൈമായി നമുക്കത് ആഡ് ചെയ്യാം. ഈ അരപ്പിനകത്തേക്ക് ഈ പ്രോൺസ് ആഡ് ചെയ്യാം. ഓക്കെ, പ്രോൺസ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലിഡ് വെച്ച് അടച്ച് വയ്ക്കാം. ഒന്ന് ഈ പ്രോൺസും ഈ ബാക്കിയുള്ള അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പും മുളകും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഞാനിവിടെ ലിഡ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് തീ കൂട്ടി കൊടുത്തു. അപ്പോൾ അത് അന്ന് ചൂടായതിന് ശേഷം വീണ്ടും തീ കുറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലിഡ് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മിക്സപ്പ് ആക്കി എടുത്ത് നമ്മുടെ പ്രോൺസിനകത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വന്ന് അതെല്ലാം നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഉടനെ നമ്മുടെ ഡിഷ് ശരിയാവുന്നുണ്ട്. ഓക്കെ, ഞാൻ ലിഡ് മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഞാനൊന്ന് നന്നായിട്ട് ഇപ്പോൾ ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. അത് നന്നായിട്ട് ഒന്ന് വാട്ടർ കണ്ടൻറ്റൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമുക്കിത് എടുക്കാം. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വാട്ടർ കണ്ടൻറ്റ് മാറണ്ട. കുറച്ചൊരു എന്താ പറയുന്നത്, കുറച്ചൊരു ചെറിയ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലേസിങ് ഉള്ള ഒരു ഫ്രൈ ആണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ അങ്ങ് നന്നായിട്ടങ്ങ് കറുത്ത നിറത്തിലൊന്നും ഇരിക്കത്തില്ല. ഒരു ഗ്ലേസിങ് ഉള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് ഗ്രേവി ഉള്ളതാണ്. അങ്ങനെ അറിയാമല്ലോ അതൊക്കെ നിങ്ങൾക്ക്. ഞാൻ വെറുതെ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്നെക്കാളും നല്ല വലിയ കുക്കിംഗ് മാസ്റ്റേഴ്സാണ്. സോ ഞാൻ പറയുന്നതൊക്കെ തെറ്റുണ്ടെങ്കിൽ ചിരിച്ചങ്ങ് കളഞ്ഞേക്കുക കേട്ടോ. എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ബട്ട് എനിക്ക് എൻ്റെ കുക്കിംഗ് ഞാൻ ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് വീഡിയോ ആക്കി ഇടുന്നതേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഓത്തൻറ്റിക് കുക്കിംഗ് ഒന്നുമല്ല. സോ നിങ്ങൾ എന്നിൽ നിന്നും അങ്ങനെയൊക്കെ ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും എന്നും കറി വയ്ക്കുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ഇടുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് തന്നെ ആവാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. സോ ബി കെയർഫുൾ. ഞാൻ ഇളക്കട്ടെ. ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ സമയമായി വരുന്നു. ഘീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രോൺസ് ഘീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് പറയുന്നുണ്ട്, അത് ചേർക്കാൻ പോവാണ്. നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ആണ്. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതല്ല. ഇതിവിടെ വാങ്ങാൻ കിട്ടും ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്യാത്ത ഫ്രൈഡ് ഓണിയൻ. അത് ഞാനൊന്ന് പൊടിച്ചിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഫ്രൈഡ് ഓണിയൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇതിനെ ഇളക്കിയെടുത്തു. ഇനി നമ്മുടെ സാധാരണ നമ്മുടെ വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത ഓണിയൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത ഓണിയനാണ് ചേർക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, കുറച്ച് സ്പൈസിയാണ്. സ്നാക്സായിട്ട് യൂസ് ചെയ്യാം, എപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ റൈസ്, ചപ്പാത്തി, ചിലർക്ക് ഗ്രേവി ഇഷ്ടമില്ലാത്തവർക്ക് തിക്ക് ഗ്രേവി ആയിട്ട്
വേണം എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ നോർമലി ഞാൻ ഇത് വയ്ക്കുന്നു. പിന്നെ സോസൊക്കെ വെച്ചിട്ട് ഒരു ഇതുണ്ട്, അതുകൂടെ നോർമലി ഇവർക്ക് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. സോ ഇത് റെഡിയാണ്. എൻജോയ് ചെയ്യൂ, ട്രൈ ചെയ്യൂ, എനിക്ക് സ്നേഹം തരൂ, സപ്പോർട്ട് ചെയ്യൂ.